മനസ്സിലായോ? എങ്ങോട്ട് വേണമെങ്കിലും ഇടാൻ പൊട്ടി ഒഴുകാം. അപ്പോൾ ഇത് മീനച്ചിലാറ്റിൽ വരാം, പമ്പയിൽ വരാം, അഴുതയിൽ വരാം, പിന്നെ ഒരു ചെറിയ റിവറുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, പെരിയാറിൽ വരാം, അല്ലെങ്കിൽ പുതിയ നദി ഉണ്ടാകാം. മനസ്സിലായോ? ഇതെല്ലാം മാറിയിട്ട് പ്രകൃതി തീരുമാനിക്കുകയാണ് ഈ നദിയൊന്നും വേണ്ട, ഒരു ദിശയിൽ പോകട്ടെ എന്ന് വിചാരിച്ചാൽ പുതിയ നദി ഉണ്ടാവാം. അപ്പോൾ ഈ എനോർമസ് എനർജിയാണ് ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ തകർന്നു വന്നാൽ ഒരു കല്ല് ജോയിൻ ചെയ്താൽ എനർജി മൾട്ടിപ്ലൈ ചെയ്യും. അത് മോളിൽ നിന്ന് ഒഴുകുമൊന്നുമല്ല, വീഴാണ്. മോളിൽ ആളിൽ വിചാരിക്കണം ഒഴുകുവാനൊന്നും, ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ പല വിദഗ്ധരും പറയുന്നത് ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണെന്നാണ്. അത് നമ്മുടെ എൻ്റെയും ചിത്രയുടെയൊന്നും തലച്ചോറിൽ നിൽക്കില്ല ആ ഡിസ്ട്രക്റ്റീവ് പവർ, ബിയോണ്ട് അവർ ഇമാജിനേഷൻ.